പ്രീതനായിരിക്കുന്നു, സന്തുഷ്ടനായിരിക്കുന്നു. അതുകൊണ്ട് കുട്ടി, നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കൂ. വരം ചോദിക്കാൻ പറഞ്ഞപ്പോ പ്രഹ്ലാദൻ ഭഗവാനോട് മറുപടി പറയുന്നതാണ് ദശമോധ്യായം, 7-ാമത്തെ സ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായം. പറയുന്നു, മാം മാം പ്രലോഭോൽപത്യാസക്തം കാമേഷു തൈർവരൈ തൽ സംഗവീതോ നിർവിന്നോ മുമുക്ഷുത്വാമുപാസിതാം. ഭഗവാനെ, എന്നെ കാമവരങ്ങൾ തന്ന് പ്രലോഭിപ്പിക്കരുത്. ഞാൻ അങ്ങയിൽ നിന്ന് അങ്ങനെയുള്ളതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഭജിച്ചിരിക്കുന്നത്. പിന്നെയോ മുമുക്ഷുത്വാം ഉപാസിത, മുമുക്ഷുവായിട്ട് അങ്ങേ ആശ്രയിച്ചവനാണ്. അതുകൊണ്ട് ആരാണ് ഭക്തൻ, ആരാണ് ഭക്തനല്ലാത്തവൻ എന്ന് നിർവചിക്കുകയാണ് പ്രഹ്ലാദൻ. അന്യതാതേ അഖില ഗുരു ഗണേത കരുണാത്മനാം യസ്ത ആശിഷ ആശാസ്തേ ന സഭൃത്യ സവൈവണി ആശാസാനോ ന വൈഭൃത്യ സ്വാമിന്യാശിഷാത്മനാം ന സ്വാമി ഭൃത്യത സ്വാമിം ഇച്ഛതോ യോ ഇച്ഛന്യോ രാധിചാശിഷ. ആരാണ് ഭക്തൻ, ആരാണ് ഭഗവാനാണ്? ആരാണോ ഭഗവാനിൽ നിന്ന് കാമനകളൊക്കെ ചോദിക്കുന്നത്, അങ്ങനെയുള്ളവനെ ഞാൻ ഭക്തൻ എന്ന് വിളിക്കില്ല, കച്ചവടക്കാരെന്നേ വിളിക്കുള്ളൂ. വണിക്കെന്നാണ് ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. വണിക്കെന്ന് പറഞ്ഞാൽ യാചകൻ അല്ലെങ്കിൽ കച്ചവടക്കാരൻ. ആരെങ്കിലും ഭഗവാന്റെ മുന്നിൽ പോയിട്ട് കൈനീട്ടിക്കൊണ്ട് പറയാണ്, ഭഗവാനെ എനിക്കൊരു കല്യാണം കഴിപ്പിച്ചു തരണം, എനിക്കൊരു ജോലി നേടിത്തരണം, എനിക്കല്ലെങ്കിൽ അത് ശരിയാക്കി തരണം, ഇത് ശരിയാക്കി തരണം, മറ്റേത് ശരിയാക്കി തരണം, അതിന് ഞാൻ ആ വഴിപാട് ചെയ്യാം, ഈ വഴിപാട് ചെയ്യാന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അവരെ പ്രഹ്ലാദൻ കളിയാക്കിക്കൊണ്ട് പറയാണ്, അവരൊന്നും ഭക്തന്മാരുടെ ലിസ്റ്റിൽ ഞാൻ ഉണ്ടില്ല, അവരൊക്കെ ഞാൻ നമ്പർ 1 ബിസിനസ്സുകാരുടെ ലിസ്റ്റിലേ ഉള്ളൂ. ഇനി ഏതൊരു ഭഗവാനാണോ ഭക്തൻ ആവശ്യപ്പെട്ടതിനെ കൊടുക്കുന്നത്, അയാളെ ഞാൻ ഭഗവാനായിട്ട് കണക്കാക്കില്ല, അയാളെ മറ്റൊരു യാചകനായിട്ട് കണക്കാക്കുള്ളൂ എന്ന്. കാരണം അയാൾ ഭക്തന്റെ അടുത്ത് നിന്ന് പലതും യാചിക്കുന്നു, എന്നിട്ടല്ലേ ഭക്തന് പലതും കൊടുക്കണു. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഭഗവാനെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലമാണ്. തുടക്കത്തിൽ ഞാനും നിങ്ങളൊക്കെ ഭക്തിയിലേക്ക് തിരിയുക ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ തന്നെയാണ്, അല്ലേ? മോഹങ്ങളും പ്രതീക്ഷകളൊക്കെ നമുക്ക് സ്വയം നിറവേറ്റാൻ പറ്റാതെ വരുമ്പോൾ നമുക്കറിയാം, ഈശ്വരന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിലേ, ഭാഗ്യം കൂടി ഉണ്ടെങ്കിലേ ഇതൊക്കെ പൂർത്തിയാവുള്ളൂ. കാരണം ഈ ലോകത്തിൽ നമ്മളത് കാണുന്നു, കഴിവുള്ളവർ പോലും പരാജയപ്പെടുന്നു, പണമുള്ളവർ പോലും പരാജയപ്പെടുന്നു, എല്ലാം ഉള്ളവർ പരാജയപ്പെടുന്നത് കാണുമ്പോൾ അപ്പൊ നമ്മുടെ മനസ്സ് പറയും, ദേ ഭാഗ്യമില്ലാത്തതുകൊണ്ടാട്ടോ എന്നുള്ളത്. ഈ ഭാഗ്യം അനുഭവിക്കണമെങ്കിൽ ഈശ്വരന്റെ കാരുണ്യം വേണം, ഈശ്വരന്റെ അനുഗ്രഹം വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ അമ്പലത്തിൽ പോവുക. എന്നിട്ട് പിന്നെയൊക്കെ വേറെ ആരോടല്ലോ പറയുന്നത്, ഭഗവാനോടല്ലേ. എന്റെ സങ്കടം പിന്നെ ഞാൻ ഭഗവാനോടല്ലാതെ പിന്നെ ആരോടാ പറയാ എന്നൊക്കെ നമ്മൾ സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയി ഒരു 10 രൂപയൊക്കെ ഭണ്ഡാരത്തിലിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, ഭഗവാനെ ഇങ്ങനെയൊരു കുഴപ്പമുണ്ട്, അതുകൊണ്ട് അത് നേടിത്തരണം, എന്റെ മകനിതാ ജോലിക്ക് പോവുകയാണ്, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ മകളുടെ കല്യാണം നടക്കാൻ പോവുകയാണ്, കുഴപ്പമുണ്ടാക്കരുത്, അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തി നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ ജീവിതത്തിൽ ഉയർന്നു വരുന്നത്. അങ്ങനെ പടിപടിയായിട്ട് ഉയരുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കണം, ഇങ്ങനെ യാചിക്കേണ്ട ഒരാളാണോ ഭഗവാൻ? നമ്മൾ ചോദിച്ചാലാണോ ഭഗവാൻ നമുക്ക് തരുന്നത്, അതോ ചോദിക്കാതെ തരാനുള്ള കഴിവും അറിവും ഭഗവാൻ ഇല്ലേ? എല്ലാം അറിയുന്നവനാണ്, സർവജ്ഞനാണ് ഭഗവാനെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് കണ്ടറിഞ്ഞു തരാനുള്ള അറിവും കഴിവും ആർക്കുണ്ടാവണം? പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ചോദിക്കുന്നു എങ്കിൽ ഭഗവാന്റെ ആ സർവജ്ഞതയെ ഞാൻ ചോദ്യം ചെയ്യല്ലേ, ഞാൻ വാസ്തവത്തിൽ നിന്ദിക്കുകയല്ലേ ഭഗവാനെ എന്ന് നമ്മൾ പടിപടിയായിട്ട് ഉയർന്ന് ചിന്തിക്കണം. പക്ഷെ ഭൂരിപക്ഷ ആളുകൾ അങ്ങനെ ചിന്തിക്കാറില്ല, ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇടയ്ക്കുന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഭഗവാൻ എന്ന് പറയുന്നത് നമുക്ക് ചോദിക്കാതെ തന്നെ തരാൻ കഴിയുന്ന ഒരാളാണ്. ഇനി ഈ പ്രകൃതിയിൽ ഒരു സ്വഭാവമുണ്ട്, എന്ത് നാം ഡിമാൻഡ് ചെയ്യുന്നു അത് തരാൻ ആർക്കും ഇഷ്ടമല്ല. എന്ത് നമുക്ക് ആവശ്യമില്ലേ അത് നമുക്ക് തരാൻ പലർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്ക് എളുപ്പം പറഞ്ഞാൽ അത് മനസ്സിലാവും. ഒരു വീട്ടിലൊരു അമ്മയ്ക്ക് 2 പെൺകുട്ടികളുണ്ട്. ഇത് ഞാൻ നേരിട്ട് കണ്ട അനുഭവമാണ്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ വീട്ടിൽ ഒരു മകളെ, 2 മക്കളെയും കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മകള് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അപ്പൊ അമ്മയോട് പറയും, ഓ ഇതെന്ത് വാങ്ങിച്ചു അമ്മേ, ഇതെന്ത് വാങ്ങിച്ചു, അതെന്ത് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പെട്ടിയിലേക്കിടും.
ഇതെന്റെ വീട്ടിലില്ല. എന്റെ അമ്മ ഇങ്ങനെ പറയാറുണ്ട്. എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അമ്മ പറയാറുണ്ട്, അങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടിയാൽ നന്നായിരുന്നു. പുതിയ ടേപ്പ് റെക്കോർഡർ ആണല്ലേ, അത് ശരി, ഇനിയിപ്പോ ഇവിടെ വേണ്ടല്ലോ, അമ്മയ്ക്ക് ഏതായാലും പുതിയത് ഇനിയും വാങ്ങിക്കാമല്ലോ, ഞാനൊരു കാര്യം ചെയ്തെടുത്തുണ്ടോവാം എന്ന് പറഞ്ഞിട്ട് ഓരോ സാധനം ഇങ്ങനെ പെട്ടിയിലെടുത്ത് വെച്ച് കൊണ്ടുപോകും. ഓരോ താവശ്യം വരുമ്പോഴും ഇതെന്നെ സ്വഭാവം ഇങ്ങനെ കൊണ്ടുപോകും. ഈ അമ്മയ്ക്ക് മനസ്സിലായി ഇവൾ ഇങ്ങനെ ഒരു സ്വഭാവക്കാരിയാണെന്ന്. എപ്പോ അവള് വീട്ടിലേക്ക് വരുന്നു എന്ന് അറിയിക്കുന്നു, ആ സമയം അമ്മ ഉള്ള സാധനങ്ങളൊക്കെ അലമാരയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ടാവും. പിന്നെ അവളെ കാണിക്കുകയില്ല. അപ്പൊ അവളിങ്ങനെ ചോദിക്കുക, അല്ല ഞാൻ നേരത്തെ വന്ന സമയത്ത് ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? അത് കേടുവന്നിട്ട് റിപ്പയറിങ്ങിന് കൊടുത്തിരിക്കുകയാണെന്ന്, അല്ലെങ്കിൽ അത് അവിടെ കൊടുത്തിരിക്കുകയാണ്, ഇത് ഇവിടെ കൊണ്ടുപോയിരിക്കുന്നൊക്കെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞാൽ അമ്മ അത് കൊടുക്കില്ല. ഡിമാൻഡ് ഉള്ളവർക്ക് കൊടുക്കാൻ ആർക്കും ഇഷ്ടമല്ല. എന്റെ രണ്ടാമത്തെ മകളുണ്ടല്ലോ, അവളുടെ ബാഗിലേക്ക് എന്തെടുത്തു വെച്ചാലും അവൾ തിരിച്ചു പറയും, എനിക്കിത് വേണ്ട, എന്റെ വീട്ടിലേക്ക് ഒന്നും കൊണ്ടുവരരുത്, എന്റെ ഭർത്താവ് പറയാറുണ്ട്, ചീത്ത പറയുന്ന എന്നെ എന്തിനാ വെറുതെ ചീത്ത പറയിപ്പിക്കുന്ന എടുത്തു. അല്ല മോളെ, നീ കൊണ്ടുപോകും, എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകും, പ്ലീസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് യാചിച്ച് കേണ് എടുത്തു കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അല്ലേ? ആർക്കെന്ത് ആവശ്യമില്ലേ അവർക്ക് നമുക്ക് കൊടുക്കാൻ ഇഷ്ടമാണ്. ആർക്കെന്ത് ആവശ്യമാണോ അവർക്ക് കൊടുക്കാൻ ഒത്തിരി മടി നമ്മുടെ ഉള്ളിലുണ്ടാവും. ശരിയാണോ പറയുന്നത്? ഭഗവാനോട് നമ്മൾ ചോദിക്കും തോറും ഭഗവാന് നമുക്ക് തരാൻ എന്തുണ്ടായിരിക്കണം? മടിയുണ്ടായിരിക്കണം. എന്നാൽ നമ്മൾ ചോദിക്കുന്നില്ലേ, ഭഗവാൻ പറയും ഇയാൾക്ക് പോട്ടെ, അങ്ങനെയോട് കൊടുക്കുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഈ സുധാമാവിന്റെ ചരിത്രം എടുത്തു നോക്കൂ. അതേ ഒന്നും ചോദിച്ചില്ല, ഭഗവാനോ കൊടുത്തങ്ങോട്ട്. ഭഗവാന് തന്നെ അറിയുന്നില്ല എത്രയാ കൊടുക്കുന്നതെന്ന്. രുക്മിണീ ദേവി അവിടെ ഇരുന്നില്ലായിരുന്നു എങ്കിൽ ദേവിയുടെ കാര്യം കഷ്ടത്തിലാവുമായിരുന്നു. അതിന് അത്രയും കൊടുക്കുമായിരുന്നു ഭഗവാൻ. ആ രുക്മിണീ ദേവി ഇരുന്നത് കൊണ്ട് മാത്രമാണ് ഒരു കൺട്രോൾ വന്നത്. അപ്പോഴേക്കും കയറി പിടിച്ചു കയ്യിൽ, ഇല്ലേ? ഭഗവാൻ ആർക്കാണോ ഡിമാൻഡ് ഇല്ലാത്തത് അവർക്കേ കൊടുക്കുള്ളൂ. ആർക്കാണോ ഡിമാൻഡ് ഉള്ളത് അവർക്ക് ഒരിക്കലും കൊടുക്കില്ല. ഇതൊരു വലിയ സയൻസാണ്. അതുകൊണ്ട് ഇനി മേലാൽ അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ 10 രൂപ എന്ന് പറയണ്ട, തരില്ല ഭഗവാൻ. ഭഗവാനെ എനിക്കൊന്നും വേണ്ട. ഉടനെ ഭഗവാൻ പറയുന്ന അവന് 1000 രൂപ കൊടുത്തേക്കാണ്, നേരെ ആവട്ടെ എന്ന്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഒരാളിങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, ഗുരുവായൂരപ്പ എന്റെ മകളുടെ അഡ്മിഷനൊക്കെയാണ്, ആകെ ബുദ്ധിമുട്ട്, എന്താ അറിയില്ല വഴി, എങ്ങനെ കാശ് ഒന്നും എനിക്ക് മനസ്സിലാവില്ല, അവിടുന്ന് ഒരു വഴി തോന്നിക്കരേന്ന്. അപ്പൊ അതിന്റെ അടുത്തിരുന്നിട്ട് വേറൊരാൾ പ്രാർത്ഥിക്കുക, ഭഗവാനെ എനിക്കൊരു 5 ലക്ഷം രൂപ തരണേന്ന്, എന്റെ ബിസിനസ് ഒന്ന് പുരോഗതി പ്രാപിക്കണമെങ്കിൽ 5 ലക്ഷം രൂപയും കൂടി വേണം, എവിടെന്നെങ്കിലും ഭഗവാനെ ഒരു വഴി 5 ലക്ഷം രൂപയ്ക്കുള്ള വഴി ഉണ്ടാക്കി തരണമെന്ന്. അപ്പൊ മറ്റാളിങ്ങനെ പ്രാർത്ഥിക്കില്ല, ഭഗവാനെ ഗുരുവായൂരപ്പ എന്റെ മോളുടെ അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ഈ 5 ലക്ഷം പ്രാർത്ഥിക്കുന്ന ആൾ പറയാം, നീ ഒന്നും മിണ്ടാതിരിക്കുന്നു, ഭഗവാൻ കേൾക്കില്ല എന്റെ പ്രാർത്ഥന എന്ന്. ഭഗവാൻ എന്റെ പ്രാർത്ഥന കേൾക്കട്ടെ. അപ്പൊ അവര് തമ്മിലൊരു, അപ്പൊ അദ്ദേഹം ഈ മകളുടെ അഡ്മിഷൻ പ്രാർത്ഥിക്കുന്ന ആള് ഒന്നും വേണ്ടിയില്ല, അയാളിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പ എന്റെ വഴികളൊന്ന് തുറന്നു തരുമെന്ന് പറയുമ്പോൾ മറ്റാള് ദേഷ്യം വിളിച്ചിട്ട് കയ്യിൽ നിന്ന് 2000 രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ കൊണ്ട് തൊലയടാ നിന്റെ 2000, ഞാനൊന്ന് മര്യാദയ്ക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന്. മറ്റാളെ സന്തോഷമായിട്ട് എടുത്ത് പോവുകയും ചെയ്തു. ഇതാണ് ആവശ്യമില്ലാത്തവർക്ക് ഭഗവാൻ എത്തിച്ചു തരുന്നത്. ആവശ്യമുണ്ടോ ഭഗവാൻ എത്തിച്ചു തരില്ല. ഡിമാൻഡ് ചെയ്തോ പോയി പറയാണ്. ജീവിതത്തിൽ ഇതൊരു വലിയൊരു അഭ്യാസമായിട്ട് കൊണ്ടു നടക്കും. ഇനിയെങ്കിലും അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ട് ഉള്ള വിഷമങ്ങളൊന്നും പറയാൻ പോകരുത്. ഭഗവാനെ കാണാൻ സാധിച്ചില്ലേ, അതെന്നെ വലിയ ഭാഗ്യം എന്ന് പറയാൻ സാധിക്കണം. അതിലപ്പുറമൊന്നും ഡിമാൻഡുകൾ ഉണ്ടാവരുത്. അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ പരിശീലിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് തന്നെ സന്തോഷം വരും. എന്താ ഒരു മനസ്സിന് വലിയ സംതൃപ്തി തോന്നാൻ തുടങ്ങുമെന്ന് പറയാൻ. ഏതായാലും ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു, ഏതായാലും ഭഗവാനെ അങ്ങയുടെ വാക്കുകൾ വൃഥാവിലാവണ്ട, ഒരു വരം തരാ പറഞ്ഞില്ലേ, ഞാൻ അത്ര ധിക്കാരത്തോടുകൂടി വേണ്ട പറയില്ല, ഒരു വരം തന്നേക്കൂ. അതെന്താണ്? എന്തെങ്കിലും ചിന്തകൾ മനസ്സിൽ വന്ന് അങ്ങയെ ഞാൻ മറക്കാൻ ഇടവരികയാണെങ്കിൽ ആ ചിന്തകൾ എടുത്തൊന്ന് കളഞ്ഞു തന്നേക്കുമെന്ന്. വിമുഞ്ചതിയതാകാമൻ മനഹോ മനസ്സി സ്ഥിതാൻ തർഹേവ പുണ്ടരീകാക്ഷ ഭഗവത്വായ കൽപ്പതേ. അങ്ങയെ മറക്കുന്ന ചിന്തകൾ എന്റെ മനസ്സിൽ വരികയാണെങ്കിൽ അതിനെ എടുത്തൊന്ന് കളഞ്ഞു തരൂ ഗുരുവായൂരപ്പ, അത് മാത്രമേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. അങ്ങനെ എപ്പോഴും ഭഗവത് പ്രേമം എന്റെ ഹൃദയത്തിൽ രൂഢമൂലമായിട്ടിരിക്കട്ടെ, ഞാൻ സ്മരിച്ചുകൊണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ അത്യന്തം പ്രീതനായി ആ കുട്ടിയുടെ പ്രാർത്ഥനയിൽ. അപ്പോഴേക്കും പ്രഹ്ലാദൻ ഭഗവാനെ തൊഴുതുകൊണ്ട് പറയുന്നു, നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ ഹരേ അത്ഭുതസിംഹായ ബ്രഹ്മണേ പരമാത്മനെ. ആ പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന നരസിംഹമൂർത്തിയെ തൊഴുതുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പ്രഹ്ലാദൻ വണങ്ങി നിന്നപ്പോ ഭഗവാൻ വീണ്ടും അനുഗ്രഹിച്ചുകൊണ്ട് കുട്ടിയോട് പറയാണ്, ഭോഗേന പുണ്യം കുശലേന പാപം കളേവരം കാലജവേന ഹിത്വാ
കീർത്തിം വിശുദ്ധാം സുരലോകഗീതാം വിദായ മാമേക്ഷ മുക്തബന്ധ. കുട്ടി, ജീവിതത്തിൽ സുഖവും ദുഃഖവും വരും. സുഖങ്ങളെ നീ സന്തോഷമായിട്ട് സ്വീകരിക്കൂ, ദുഃഖങ്ങളെ നീ കുശലതയോടുകൂടി സ്വീകരിക്കൂ. തളരാത്തൊരു മനസ്സ് നിനക്കുണ്ടായിരിക്കും. അങ്ങനെ നീ എന്നെ തന്നെ പ്രാപിച്ചിരിക്കും എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ അനുഗ്രഹിക്കുകയാണ്. എന്നെ നീ പ്രാപിക്കും എന്ന വാക്കുകൾ ഭഗവാൻ ധ്രുവനോട് പറഞ്ഞിട്ടില്ല, ഭഗവാൻ പ്രഹ്ലാദനോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ധ്രുവന് പോലും കിട്ടാത്തൊരനുഗ്രഹം പ്രഹ്ലാദന് കൊടുത്തുകൊണ്ട് പറയുകയാണ്, കുട്ടി, ത്രിസപ്തവിപ്പിതാഭൂത പ്രതിഭീ സഹതേനക യസ്സാദോസ് ഗൃഹേ ചാദോ ഭവാൻ വൈ കുലപാവന. ത്രിസപ്തവിപ്പിതാഭൂത, നിന്റെ 21 തലമുറകളെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്നാണ്. ആ വംശത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു, അവരൊന്നും വഴിതെറ്റില്ല എന്ന്. അവരൊക്കെ ഞാൻ അനുഗ്രഹിക്കുന്നു കുട്ടി, അവരൊക്കെ പരിശുദ്ധന്മാരായി തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്ന്. എന്നിട്ട് ഭഗവാൻ നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കാനായിട്ട് പ്രഹ്ലാദനോട് പറയുകയാണ്, ആരാണോ ഇങ്ങനെ ഭക്തിയിൽ ജീവിക്കുന്നത് അവർക്കും ഇതുപോലുള്ള അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്, എത്ര എത്ര ചമൽ ഭക്ത പ്രശാന്ത സമദർശിനാം സാധവ സമുദാചാര തേ പൂയന്ത്യപികീകട. എവിടെ എവിടെ എന്റെ ഭക്തന്മാര് എന്നെ കീർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ ആ സ്ഥലങ്ങളൊക്കെ പരിശുദ്ധമായി തീർന്ന് അവരുടെ വംശവും പരിശുദ്ധമായി തീരും. വളരെ ശ്രദ്ധിക്കണം. ഞാനും നിങ്ങളും വീട്ടിൽ ഈ ഭാഗവതവും വിഷ്ണു സഹസ്രനാമമൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹവും അതിൻ്റെ ഭാഗ്യവും നമുക്ക് മാത്രമല്ല കിട്ടുന്നത്, നമ്മുടെ വരുന്ന തലമുറകൾക്കും മുൻപ് പോയ തലമുറകൾക്കും അതിൻ്റെയൊക്കെ ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട് പറയാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ കേമത്വം കൊണ്ടായിരിക്കില്ല. നമ്മുടെ ആരൊക്കെയോ പൂർവികന്മാര് ചെയ്ത തപസ്സിന്റെ കുറച്ച് പുണ്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഭൗതിക സയൻസ് എടുത്തു നോക്കിയാൽ തന്നെ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഷുഗർ ചെക്കപ്പ് ചെയ്യാൻ പോയി വിചാരിക്കുക, വേഗം മനസ്സിലാവുന്നേക്കത്. ഷുഗർ ചെക്കപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ ഈ രോഗം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന്. നിങ്ങളുടെ അച്ഛൻ ഈ രോഗമുണ്ടോ, അമ്മയ്ക്ക് ഈ രോഗമുണ്ടോ, മുത്തശ്ശന് ഈ രോഗമുണ്ടോ, മുത്തശ്ശിക്ക് ഈ രോഗമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ കേവലം ശരീരത്തിന്റെ സെല്ലുകൾക്ക്, ബോഡിയുടെ സെല്ലുകൾക്ക് തലമുറകളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്ന് ആധുനിക മെഡിക്കൽ സയൻസിന് അംഗീകരിക്കാമെങ്കിൽ മനസ്സുകൾക്കും മറ്റുള്ള തലമുറകളെ സ്വാധീനിക്കാനും അവരെ അനുഗ്രഹിക്കാനുമുള്ള കഴിവുണ്ട്. മെഡിക്കൽ സയൻസിന് സെല്ലുകളെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. കാരണം അവർക്കത് വിഷയം അത്രയായിട്ടുള്ളൂ പറയാണ്. മനസ്സ് അതിനും സൂക്ഷ്മമായതുകൊണ്ട് ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാനും നിങ്ങളും ഒരധ്യായം ദിവസവും വീട്ടിലിരുന്ന് ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം നമ്മുടെ വരുന്ന തലമുറകൾക്കുണ്ടായിരിക്കുന്ന, വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ഭഗവാൻ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നതാണ്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പുണ്യം നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടെന്ന് ഭഗവാൻ ഇവിടെ അനുഗ്രഹിച്ചുകൊണ്ട് 21 തലമുറകളെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ആ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് പോയി എന്നാണ് കഥ. ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് ധർമ്മപുത്രർക്ക് നാരദ മഹർഷിയാണെന്ന് മറന്നു പോരുത്. ഇവർ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളിപ്പോ രാജസൂയ യാഗത്തിൽ വെച്ച് പൂജിക്കുന്ന കൃഷ്ണനെ കേവലം അമ്മാവന്റെ പുത്രനായിട്ടോ സാരഥിയായിട്ടോ ദൂതനായിട്ടോ സഖാവായിട്ടോ ബന്ധുവായിട്ടൊന്നും കാണരുത്. പിന്നെ ആരായിട്ട് കാണണം? സവാ അയം ബ്രഹ്മമഹൽ വിമജ്ഞ കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയസുഖൽവാഘനുമാതുനേയ ആത്മാർഹനീയോ വിധികോ ഗുരുശ്ച. ഒരു ഗുരുവിനെ പോലെ കണ്ടുകൊണ്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഗുരു എന്താണോ പറയുന്നത് അതിനെ ഉൾക്കൊള്ളൂ പ്രിയാണ്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. ഗുരുവായൂരപ്പനെ ഗുരുവായി കാണണം. ഒരു ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ പോകുമ്പോൾ തനിക്ക് വേണ്ടത് ചോദിച്ചു മേടിക്കുകയല്ല ശിഷ്യൻ ചെയ്യുക. ഏതൊരു പരമസത്യത്തെയാണോ ഗുരു മനസ്സിലാക്കി ജീവിക്കുന്നത് ആ പരമസത്യത്തെ തനിക്കും പറഞ്ഞതെന്ന് ഗുരുവായൂരപ്പ എന്നെ ഉയർത്തൂ എന്ന് പറയുന്നവനായിരിക്കണം ശിഷ്യൻ. ജിജ്ഞാസുവായിരിക്കണം ശിഷ്യൻ. ഒരു യാചകനായി തീരരുത് പ്രിയാണ്. അപ്പൊ നമ്മുടെ ഭക്തി യാചനാഭക്തിയിൽ നിന്നും ജിജ്ഞാസയുടെ ഭക്തിയിലേക്ക് എത്തണം. നമ്മൾ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ
എന്റെ ഗുരുനാഥൻ, എന്റെ ഗുരു ഏത് തലത്തിലെത്തിയിട്ടാണോ ജീവിതത്തെ ആസ്വദിക്കുന്നത്, ആ തലങ്ങളിലേക്ക് ഗുരുവായൂരപ്പ എന്നെയും പിടിച്ചുയർത്തൂ. അതിനെനിക്ക് ഉയരാൻ സാധിക്കട്ടെ. ഉദ്ധവര് പറഞ്ഞതുപോലെ, ഭഗവാനെ, അങ്ങ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വിഷമമുണ്ട്. അതുകൊണ്ട് അങ്ങ് ഏത് തലത്തിലാണോ നിൽക്കുന്നത് അവിടേക്ക് എന്നെ പിടിച്ചുയർത്തൂ എന്ന് പറഞ്ഞപ്പോ, ആ ഭഗവാൻ ഉദ്ധവരുടെ മുന്നിൽ ഗുരുവായി തീർന്നപ്പോ, ഉദ്ധവര് ഭഗവാന്റെ മുന്നിൽ ഒരു ശിഷ്യനായി തീർന്നപ്പോ, ഉദ്ധവർക്ക് ഭഗവാൻ പറയുന്നത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഉയരാനും സാധിച്ചു. ഭഗവാന്റെ ധാമത്തിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്ന് പൊട്ടിക്കരഞ്ഞ് അപേക്ഷിച്ച യാചിച്ച ഉദ്ധവര്, ഭഗവാനെ, നാഹം തവാങ്ക്രികമലം ക്ഷണാർദ്ധമഭികേശവ തെക്തും സമുത്സഹേനാഥ സ്വധാമനയമാമപി. അവിടുത്തെ ധാമത്തിലേക്ക് പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് അപേക്ഷിച്ച ഉദ്ധവര് ഭഗവാന്റെ മുന്നിൽ ശിഷ്യനായി തീർന്നപ്പോ, ഭഗവാൻ പറഞ്ഞത് ഉൾക്കൊണ്ടപ്പോ, അവസാനം ഭഗവാനോട് അപേക്ഷിക്കുന്നത് കൊണ്ടുപോകണമെന്നല്ല, പിന്നെ പറയുന്നത്, ഭഗവാനെ, ഇനി എനിക്കൊരു അനുഗ്രഹം മാത്രം തന്നാ മതിയെന്ന്. അതെന്താണ്? അവസാനത്തെ ഉദ്ധവരുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഭഗവാനോട്. അവിടെ പറയുക ഭഗവാനോട്, എനിക്ക് അനവായിനിം ഭക്തിം തരൂ, നശിക്കാത്ത പ്രേമം തരൂ എന്നാണ്. അപ്പൊ ആ നശിക്കാത്ത പ്രേമം തരൂ എന്ന് പറയാൻ ഉള്ളൊരു പക്വത ഉദ്ധവർക്ക് കൈവരിക്കാൻ സാധിച്ചു എന്നാണ്. അങ്ങനെയാണല്ലോ അവസാനത്തെ പ്രാർത്ഥനയിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോ ഇങ്ങനെ നമ്മുടെ ഉള്ളിലും ഒരു പരിവർത്തനം, ഒരു പടിപടിയായിട്ടുള്ള ഉയർച്ച നമുക്ക് കൈവരിക്കാൻ സാധിക്കണം. എന്നും ഒരേ പടിയിൽ നിൽക്കരുത്. A4 ആപ്പിൾ എന്നൊക്കെ പറയുന്നത് LKG ഒക്കെ എന്നും നമ്മൾ MA ഇംഗ്ലീഷിന് ചേർന്നിട്ട് A4 ആപ്പിൾ എന്ന് പറഞ്ഞാലോ അത് ശരിയല്ലല്ലോ. ഭക്തിയിൽ പടിപടിയായിട്ട് ഉയരണം. അങ്ങനെ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ആരെയാ വേണ്ടെച്ചാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ആ പടിപടിയായിട്ടുള്ള ഉയർച്ചയിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ, ഉയരുന്നുണ്ടോ എന്നത് ഭാഗവതൻ നമുക്കിങ്ങനെ വഴിയിൽ പറഞ്ഞു തരികയാണ്. അപ്പൊ നമ്മൾ സ്വയം ചോദിക്കണം, ഞാൻ ഭക്തിയിൽ ഉയരുകയാണോ ചെയ്യുന്നത്, അതോ ഭക്തിയിൽ താഴെയാണോ ചെയ്യുന്നത്? ഭക്തി യഥാർത്ഥ ഭക്തിയാവണമെങ്കിൽ അവിടെ ശ്രവണം വേണം, കീർത്തനം വേണം, ഇതെല്ലാം വേണം. ഭഗവാൻ ശ്രീരാമസ്വാമി പറയും, ശബരിയോട് പറയും, ശബരി പറയും, കാട്ടുജാതിയിൽപ്പെട്ട എനിക്ക് അവിടുത്തെ എങ്ങനെയാ പൂജിക്കുക, തൊഴുക, നമസ്കരിക്കുക ഒന്നും എനിക്ക് അറിയില്ലല്ലോ ഭഗവാനെ, ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, വേദമന്ത്രം അറിയില്ല, പൂജകൾ അറിയില്ല, ഒന്നും അറിയില്ല. വീട്ടിൽ ചെന്നിട്ട് രാമായണത്തിലെ ആ ഭാഗം എടുത്തു നോക്കുക, ശബരി ഉപാഖ്യാനം, വളരെ മനോഹരമായൊരു ഭാഗമാണെന്ന്. അവിടെ ശ്രീരാമസ്വാമി ശബരിയോട് പറയുകയാണ്, എന്റെ ശബരി, തീർത്ഥസ്നാനതപോദാന വേദാധ്യായന ക്ഷേത്രോപവാസ യാഗാദി അഖിലകർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തി കൊണ്ടൊഴിഞ്ഞുകൊണ്ടൊരു നാളും നാഥേ. വളരെ മനോഹരമായിട്ട് പറയാണ്, ദേവി കുറെ ചടങ്ങുകളെ കൊണ്ടോ ആചാരങ്ങളെ കൊണ്ടോ മന്ത്രങ്ങൾ ചൊല്ലിയത് കൊണ്ടോ എന്നെ കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഭഗവാനെ എങ്ങനെ അങ്ങേ കിട്ടുക? എന്നെ കിട്ടാൻ ഭക്തി മാത്രമാണ് വേണ്ടത്. അപ്പൊ എന്താ ഭഗവാനെ ഭക്തി പറഞ്ഞാൽ? ക്ഷേത്രത്തിൽ പോകുന്നത് ഭക്തിയല്ലേ? അവിടെ പ്രദക്ഷിണം വയ്ക്കുന്നത് ഭക്തിയല്ലേ? തീർത്ഥം സേവിക്കുന്നത് ഭക്തിയല്ലേ? തീർച്ചയായിട്ടും ഭക്തിയാണ്. പക്ഷേ ഭക്തി എവിടെ നിന്ന് തുടങ്ങുന്നു? ആദ്യം തന്നെ പറയുന്നത് ഭക്തി തുടങ്ങുന്നത് സജ്ജനസംഘം, സത്സംഗത്തിലൂടെ തുടങ്ങണം ദേവി. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അമ്പലങ്ങളിൽ പോകൂ. അപ്പൊ അമ്പലം എന്ന് പറയുന്നത് ഒരു യാചിക്കാനുള്ള സ്ഥലമായി തീരില്ല. ഇല്ലേ സ്വാമി, ഞങ്ങൾ മുന്നിന്ന് യാചിക്കാറില്ല, ഉള്ളിൽ പോയിട്ടേ യാചിക്കാറുള്ളൂ. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. മുന്നിന്ന് യാചിക്കുന്നതും ഉള്ളിൽ പോയി യാചിക്കുന്നതും എന്ത് വ്യത്യാസമുണ്ട്? ഒരു യാചകൻ ഇങ്ങനെ ഒരാളോട് 1 രൂപ ചോദിച്ചു, സാർ ഒരു 2 രൂപ തരൂ, ഒരു ചായ കഴിക്കാനാണ് സാർ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് 2 രൂപ പോയിട്ട് നിനക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന് വെച്ചു. ഇല്ല, അത് അങ്ങേക്കുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചതെന്ന്. ഇല്ല സാർ, ഒരു രൂപയെങ്കിലും തരും, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും ഒരു ചായക്കുള്ള കാശെങ്കിലും. തന്നോട് ഞാൻ പറയാം എൻ്റെ അടുത്ത് കാശില്ല എന്നുള്ളത്. സാർ ചൂടാവണ്ട, 50 പൈസ തന്നാൽ മതി സാറിന്. എടോ, താൻ എന്നെ രാവിലെ തന്നെ ദേഷ്യം പിടിപ്പിക്കും, എൻ്റെ അടുത്ത് 50 പൈസയും ഇല്ല എന്ന്. എന്നാൽ സാറൊരു കാര്യം ചെയ്യൂ, സാറ് വടി പിടിച്ചോളൂ, ഞാൻ പാത്രം പിടിച്ചോളാം, നമുക്ക് 2 പേർക്ക് കൂടെ നിൽക്കാമെന്ന്. ഇതാണ് അവസ്ഥ. വലിയ വ്യത്യാസമൊന്നുമില്ല. മുന്നിൽ യാചിക്കുന്നവനും ഉള്ളിൽ പോയി യാചിക്കുന്നവനും തമ്മിൽ പടിപടിയായിട്ട് നമ്മൾ ഉയരണമെങ്കിൽ ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിക്കണം. അത് സാധിച്ചത്, പ്രഹ്ലാദനെ സാധിച്ചത് ശ്രവണം, കീർത്തനം, വിഷ്ണോ സ്മരണം, പാദസേവനം, ഇങ്ങനെ നമ്മൾ പടിപടിയായിട്ട് ഉയരണം എന്ന് പറയാം. ഏതായാലും ഇപ്രകാരം ഈ ഉപാഖ്യാനം കഴിയണു. അവിടെ വെച്ച് നാരദ മഹർഷിയോട് ധർമ്മപുത്രൻ അടുത്ത ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ ഭാരതീയ സംസ്കാരത്തിന്റെ
അടിത്തട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്, അങ്ങ് സനാതന ധർമ്മത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. എന്താണ് ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ? അത് അടുത്ത അധ്യായങ്ങളിലൂടെ വിസ്തരിക്കുകയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ വിസ്തരിക്കാനുള്ള സമയം നമുക്ക് അനുവദനീയമല്ലാത്തതുകൊണ്ട് നമുക്കത് സംക്ഷിപ്തമായിട്ട് കാണാം. വളരെ സൂക്ഷ്മമായിട്ട് പറയാണ്, ഭാരതത്തിലെ ആചാര്യന്മാര് മാത്രമാണ് നമുക്കൊരു ജീവിത ലക്ഷ്യമുണ്ടെന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുള്ളത്. വേറെ ഒരു സംസ്കാരത്തിലും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഇപ്പോഴും ക്രിസ്ത്യാനികളോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോവലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അപ്പൊ സ്വർഗത്തിലേക്ക് പോവണമെങ്കിൽ ശവം പോലും പെട്ടിയിൽ കവറടക്കണം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ വലിയ കൺഫ്യൂഷനാണ് ഈ കാര്യങ്ങളെക്കുറിച്ച്. ഈ യുദ്ധത്തിൽ തടവുകാരായിട്ട് മരിക്കുന്ന ക്രിസ്ത്യാനികളെയൊക്കെ അവർ തീയിലിട്ട് നമ്മളെപ്പോലെ ദഹിപ്പിക്കുമ്പോഴൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് പള്ളിയിൽ. അങ്ങനെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ജീസസ് അവർക്ക് മുക്തി കൊടുക്കൂ എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയൊരു കൺഫ്യൂഷനുണ്ട്. എയ്ഡ്സ് ബാധിച്ച ക്രിസ്ത്യാനികളെ പെട്ടിയിൽ കബറടക്കാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ പള്ളിയുടെ ഒരു ശാസനമുണ്ട്. അപ്പോൾ എയ്ഡ്സ് ബാധിച്ച ക്രിസ്ത്യാനികളെയൊക്കെ അവർ കത്തിച്ചു കളയുക ചെയ്യുന്നത്. കാരണം അവിടെ പെട്ടി കിടക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ എയ്ഡ്സ് ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെ കത്തിച്ചു കളഞ്ഞ ക്രിസ്ത്യാനികൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുമോ? കാരണം ബോഡിയില്ല. ഈ കൺഫ്യൂഷനൊക്കെ അവർക്കുണ്ട് പറയാണ്. നമുക്ക് അങ്ങനെ ഉള്ള വല്ല കൺഫ്യൂഷനുണ്ടോ? നിങ്ങൾ കത്തിച്ചാലും കുഴപ്പമില്ല, വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും കുഴപ്പമില്ല, ഇനി കുഴിച്ചിട്ടാലും കുഴപ്പമില്ല, ഒന്നും ചെയ്യാതെ അവിടെ ഇട്ട് ജീർണിച്ച് അളിഞ്ഞു പോയാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലാണ് അവരിലൊക്കെ, ഞാൻ കമ്പയർ ചെയ്യല്ല, ഒരാൾ ദിവ്യനായിത്തീരുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തി ദിവ്യരായി തീരാറില്ല. എന്നാൽ ഭാരതീയ സംസ്കാരം അതിൽ നിന്ന് എത്രയോ പടി ഉയരുകയാണ്. നമ്മുടെ വ്യക്തമായ ആചാര്യന്മാർ പറഞ്ഞു തരുന്നു എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ജീവിതത്തിന്റെ ലക്ഷ്യം മോക്ഷമാണ്. ഇത് വ്യക്തമായി പറഞ്ഞു തന്നവരാണ് നമ്മുടെ ആചാര്യന്മാർ. മോക്ഷം എന്ന് പറയുന്നതോ അതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നു ക്രിസ്ത്യൻ സംസ്കാരം. ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഹിന്ദു സംസ്കാരം വളരെയധികം താഴ്ന്നു പോയൊരു കാലഘട്ടത്തിൽ അവരുടെ പ്രാർത്ഥനകളൊക്കെ ഒരുപക്ഷെ ഹിന്ദു സംസ്കാരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ മോക്ഷം എന്നതിനെക്കുറിച്ച് നമുക്കുള്ള ഒരു സങ്കല്പം മരിച്ചുപോയാൽ കിട്ടുന്ന ഒരു കാര്യമാണ് മോക്ഷം എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ മരിച്ചതിന് ശേഷമാണ് മോക്ഷം കിട്ടുന്നതെങ്കിൽ പിന്നെ നമ്മളാരും മോക്ഷം ചോദിക്കുമോ? പ്രത്യേകിച്ച് ശബരിമലയ്ക്ക് പോകുന്നവരൊക്കെ ഇതാണല്ലോ ചോദിക്കുക ഭഗവാനോട്. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുന്നാണല്ലോ വിളിച്ചു പറയുക. അവിടെ ചെല്ലുന്ന സമയത്ത് അയ്യപ്പസ്വാമി വിചാരിക്കാണ്, പാവം 18 കൊല്ലായിലേ വരുന്നത്, ഇക്കൊല്ലം ഞാൻ മോക്ഷം കൊടുക്കാമെന്ന്. ഇറങ്ങി വന്നിട്ട്, സുഹൃത്തെ ഇവിടെ വാ, എത്രാമത്തെ വർഷമാണ് നീ വരുന്നത് എന്ന്. ആരാണങ്ങ്? ഞാനാണ് ധർമ്മശാസ്താവ്. ഭഗവാനെ, ഞാൻ 18 വർഷമായി വരുന്നു. നീ 18 വർഷം എന്താ വിളിച്ചു പറയാറ്? സ്വാമിയെ കണ്ടാ മോക്ഷം കിട്ടുന്നത്. ശരി, ഇക്കൊല്ലം നിനക്ക് മോക്ഷം തരാൻ പോകണമെന്ന്. അയാൾ കാൽക്കൽ വീണ് പറയും, അയ്യപ്പ ചതിക്കല്ലേ, ഭാര്യയും മക്കൾ അവിടെ കാത്തിരിക്കണമെന്ന്, ഇപ്പൊ എനിക്ക് മോക്ഷമൊന്നും വേണ്ടാന്ന്. കാരണം അയാൾക്ക് നല്ല ഉറപ്പാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മരിച്ചു പോരാൻ ഇനി ഒരിക്കലും തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ എത്ര ആത്മാർത്ഥതയാ വിളിച്ചു പറയുന്നത് സ്വാമിയെ കണ്ടാ മോക്ഷം കിട്ടുന്നുള്ളത്. ആ വിളിച്ചു പറയുന്നതിൽ പോലും ആത്മാർത്ഥത നഷ്ടപ്പെടുന്നു പറയാനും. അതെന്തുകൊണ്ടാണത്? ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ശരി, അപ്പൊ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മോക്ഷം എന്നത് മരിക്കുമ്പോഴോ മരിച്ചു പോയതിനു ശേഷമോ കിട്ടുന്നതല്ല. മോഹം ക്ഷയിക്കലാണ് മോക്ഷം. വളരെ ലളിതമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ നിർവചിക്കും. മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ, തെറ്റായ ധാരണയെ നശിപ്പിച്ചുകൊണ്ട് ശരിയായ ധാരണയിൽ ജീവിക്കലാണ് മോക്ഷം. അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു ധാരണയിൽ ജീവിക്കുന്നുണ്ട്. എന്താ ധാരണ? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ശരീരമുള്ളത് കൊണ്ടാണ്. ഈ ലോകത്തിലുള്ള ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ് സുഖം. ഈ 2 ധാരണ നമ്മളിൽ ഉറച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കണം, ശരീരമുള്ളത് കൊണ്ടാണോ ജീവിതം, അതോ ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ ഒരു മനസ്സും ആ മനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ ഒരു ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ടാണോ ജീവിതം? എൻ്റെ മനസ്സ് ഈ ശരീരത്തിലൂടെ പ്രവർത്തിച്ചില്ലായിരുന്നു എങ്കിൽ എന്ത് ജീവിതമുണ്ടാവും എനിക്ക്? അതെപ്പോഴും നമ്മൾ മറന്നു പോകുന്നു ആ കാര്യം. മനസ്സിന്
ചിന്തകളില്ലായിരുന്നുവെങ്കിൽ, മനസ്സിന്റെ ഗതി തെറ്റിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ട്രാക്ക് തെറ്റിയിരുന്നുവെങ്കിൽ, ഈ ശരീരം എത്ര സുന്ദരമായാലും നമുക്കതിലൂടെ അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധ്യമല്ല. പറ്റൂ? ഒരു മന്ദബുദ്ധിയായ ഒരു കുട്ടിക്ക് സാധാരണ ഒരു വ്യക്തിയെ പോലെ എന്ത് അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധിക്കും? അപ്പൊ ശരീരമുള്ളത് കൊണ്ടാണോ ജീവിതമുള്ളത്? അല്ലല്ലോ. തെറ്റാത്ത ഒരു വഴിതെറ്റാത്ത ഒരു വ്യക്തമായ മനസ്സ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ ജീവിതമുള്ളത്? ഇനി ആ മനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ ഒരു ഈശ്വര ചൈതന്യം ഉള്ളത് കൊണ്ടല്ലേ ജീവിതമുള്ളത്? അപ്പോ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഒരു മനസ്സുള്ളത് കൊണ്ടാണ് ശരീരം ഉണരുന്നത്, മനസ്സുള്ളത് കൊണ്ടാണ് ശരീരം പ്രവർത്തിക്കുന്നത്. മനസ്സുറങ്ങിപ്പോയാൽ ശരീരത്തിന് പ്രവർത്തിക്കാൻ സാധ്യല്ല. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി ഉറപ്പിക്കാൻ സാധിച്ചാൽ, ഈ ധാരണയിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ, മനസ്സാണ് വാസ്തവത്തിൽ ജീവിതത്തെ ജീവിതമാക്കി തരുന്നതെങ്കിൽ എന്റെ മനസ്സിന്റെ ബാലൻസാണ് ജീവിതം എന്ന് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? മനസ്സിന്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും ജയവും പരാജയവും മാനവും അപമാനവും എല്ലാം വരുമ്പോൾ എന്റെ മനസ്സിന്റെ താളം തെറ്റാതെ എനിക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ അതുതന്നെയാണ് ശരിയായ ജീവിതം എന്ന് പറയുന്നത്. ശരിയാണോ പറയുന്നത്? ചിന്തിക്കൂ. ഈ ധാരണയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ശരീരത്തിലാവില്ല, നമ്മുടെ ശ്രദ്ധ എവിടേക്ക് വരും? നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ ആ ധാരണയിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ എന്ത് വേണം? രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, ഭഗവത് ഭക്തി വേണം. രണ്ട്, നല്ല വിവേകം വേണം. ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്റെ മനസ്സാണ് കടന്നു പോകുന്നത്, എന്റെ മനസ്സാണ് അസ്വസ്ഥമാവുന്നത്, എന്റെ മനസ്സിനെ ഞാൻ തന്നെയാണ് ബാലൻസ് ചെയ്യേണ്ടത് എന്നതൊക്കെ നമ്മുടെ ഉള്ളിൽ ആ നിമിഷം ഓർമ്മ വന്നാൽ നമുക്ക് മനസ്സിന്റെ താളം തെറ്റാതെ സൂക്ഷിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഒരാൾ നമ്മൾ അപമാനിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അത് കൊണ്ടു നടക്കാൻ സാധിക്കും. ഒരാൾ നിങ്ങളെ ഫോൺ ചെയ്തിട്ട് 4 ചീത്ത വിളിക്കുകയാണ്, ആ സമയത്ത് നമ്മുടെ നിയന്ത്രണം വിട്ടുപോകും. അങ്ങനെ പറയേണ്ടതൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോകും. നീ ആരാ, എന്നെക്കുറിച്ച് എന്താ മനസ്സിലാക്കി, അങ്ങനെ അങ്ങോട്ട് നമ്മൾ പറയാൻ തുടങ്ങും. പിന്നെ ഇങ്ങോട്ട് വീട്ടിലെ തറവാടായി കുടുംബമായി. അങ്ങനെ ഒരു വീട്ടില് മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ ഒരു ദിവസം അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ വേൾഡ് വാർ എങ്ങനെയാ ഉണ്ടാവണത്, യുദ്ധം? അപ്പൊ ഉടനെ അച്ഛൻ പറയാണ്, അമ്മ വീട്ടിൽ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് അകത്ത്. അമ്മ ടീച്ചറാണ്, അച്ഛൻ വേറെ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അച്ഛൻ പറയാണ്, മോനെ ഈ വേൾഡ് വാർ എങ്ങനെയാ ഉണ്ടാവുന്ന വെച്ചാൽ, സപ്പോസ് ഇന്ത്യയും ജാപ്പാനും തമ്മിലൊരു അതിർത്തി തർക്കം ഉണ്ടായിന്ന് വിചാരിക്കുക. ഇത് കേട്ടപ്പോ അമ്മ ഉറക്കെ വിളിച്ചു പറയാണ്, നിങ്ങൾ ആ പൊട്ടത്തരൊന്നും ആ കുട്ടിയെ പറഞ്ഞു കൊടുക്കണ്ട, ഇന്ത്യയും ജാപ്പാനും ഒരിക്കലും അതിർത്തി തർക്കം ഉണ്ടാവില്ല എന്ന്. അതെവിടെ കിടക്കുന്നു ജാപ്പാൻ? ഉടനെ അദ്ദേഹം പറയാണ്, എടി നീ എന്തിനാ വേണ്ടാത്തതിൽ ഇടപെടണം? ഞാൻ അവനൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ. നീ എന്തിനാ വേണ്ടാത്തതിൽ, നീ നിന്റെ ചപ്പാത്തി വരുത്തുന്ന പണിയിൽ ഇടപെട്ടാൽ പോരെ, നീ എന്തിനാ ഇതിലേക്കൊക്കെ ഇടപെടണത്? ഉടനെ ഭാര്യ പറയാണ്, നിങ്ങളോ തലതിരിഞ്ഞു പോയി, എന്തിനാ അവന്റെയും കൂടി തലതിരിക്കണത്? പാവം അവനെങ്കിലും ഒന്ന് നേരെയിക്കോട്ടെ, ആ കുട്ടിയുടെ വഴി തെറ്റിക്കണം. എടി നീ നിന്റെ പണിയെടുക്കാൻ ഞാൻ പറഞ്ഞു, വേണ്ടാത്തതിൽ ഇടപെടാന്ന് പറഞ്ഞു, നീ എന്നെ കൊണ്ട് നീ ദേഷ്യം പിടിപ്പിക്കേണ്ടാന്ന് ഇവിടുന്ന് ഭർത്താവ്. ഉടനെ തന്നെ ഭാര്യ അവിടെ നിന്ന് അലറി, നിങ്ങളെപ്പോലെ ഒരു കഴുത എന്റെ തലയിൽ ഈശ്വര എന്തിനാ വെച്ച് കെട്ടിയെന്ന് എനിക്കറിയില്ല, എന്റെ ജീവിതം ഇങ്ങനെ തൊലഞ്ഞു പോയി, ഇനി ആ പാവം കുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കാനായിട്ട് നിങ്ങൾ എന്തിനാ ഒരു അന്തകനായിട്ട് പറഞ്ഞയച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭാര്യ അങ്ങോട്ട് തുടങ്ങി. അത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങോട്ട് പിടിച്ചു കലി പിടിച്ചു. നീ എന്താ പറഞ്ഞത്? സ്കെയിലൊക്കെ ആയിട്ടതാ ഇറങ്ങിയിരിക്കുന്നു അയാള്. ഇനി നീ വല്ലതും പറഞ്ഞാലല്ലോ എന്റെ സ്വഭാവം മാറും, ഞാൻ മോനുണ്ടോന്ന് നോക്കില്ല, ഒന്ന് പിടയ്ക്കുന്നതന്നെ. ഉടനെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്നെ പിടയ്ക്ക്, എന്നാ ഒന്ന് കാണണല്ലോ, എന്റെ പേര് ജാനകി എന്നാണെങ്കിൽ എന്നാ ഒന്ന് കാണാലോ എന്ന് വിട്ട് അതെടുത്തുകൊണ്ടിരിക്കുന്ന ചപ്പാത്തിക്കോല്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ രണ്ടുപേരും തറവാടും കുടുംബവും അച്ഛനും അമ്മയൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ഇടയിൽ കയറി പറഞ്ഞു, അച്ഛാ ഇനി പറയണ്ട എങ്ങനെ യുദ്ധം ഉണ്ടാവണതെന്ന്. അപ്പൊ എനിക്ക് നേരിട്ട് മനസ്സിലായി എങ്ങനെ യുദ്ധം തുടങ്ങണതെന്ന്. ഇതാണ് അവസ്ഥ. നമുക്ക് നമ്മുടെ ബാലൻസ് തെറ്റിപ്പോണു പ്രിയാണ്. ആർക്കാണോ ഇത് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത് അതാണ് വാസ്തവത്തിൽ മോക്ഷം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ മോക്ഷം ശരീരത്തിനല്ല മനസ്സിനാണ് വേണ്ടത്. മനസ്സിന്റെ തെറ്റായ ധാരണകളെ മാറ്റി ശരിയായ ധാരണയിൽ അതിനെ കൊണ്ടു നടക്കാൻ സാധിക്കണം. അതെങ്ങനെ സാധിക്കും? അതിലേക്ക് ഉയരണമെങ്കിൽ ജീവിതത്തെ ഒരു സമ്പ്രദായത്തിൽ കൊണ്ടു നടക്കണം. ഈ സമ്പ്രദായത്തെയാണ് നമ്മുടെ പൂർവികന്മാർ പുരുഷാർത്ഥം എന്ന് വിളിച്ചത്. പുരുഷൻ അർത്ഥിക്കേണ്ടത്, പുരുഷൻ കൊണ്ടു നടക്കേണ്ടത് അതേതാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതായത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് കാമം എന്നുള്ളത്.
കാരണം കാമത്തിലൂടെയാണ് നമ്മൾ പുറത്തു വന്നത്. പലതിനോടുമുള്ള ആസക്തി നമ്മുടെ ഉള്ളിൽ പ്രബലമാണ്. അപ്പൊ കാമത്തോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? രണ്ട്, കാമങ്ങൾ അനുഭവിക്കാൻ വേണ്ടത് അർത്ഥമാണ്, സമ്പത്താണ്. അതിനോടുള്ള സമീപനം എന്തായിരിക്കണം? ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് വ്യക്തമായി തീരണം. എന്താ ഇപ്പോൾ നമ്മുടെ സമീപനം എന്താണ്? നമ്മൾ റോങ് കാൽക്കുലേഷനിലാണ് ജീവിക്കുന്നത്. പണമുണ്ടോ, സുഖങ്ങളുണ്ട്, ജീവിതത്തിൽ സുഖമുണ്ട്. അപ്പൊ പണം പണം പ്ലസ് സൗകര്യങ്ങൾ = സുഖം. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം പണമാണ്. പണം ഇല്ലേ ഒന്നുമില്ല. പണമുണ്ടോ, ജീവിതത്തിൽ സുഖസൗകര്യങ്ങളുണ്ട്, അതുണ്ട്. പക്ഷെ നമ്മൾ മറന്നു പോകണു, പണം ഉള്ളതുകൊണ്ട് മാത്രം ജീവിതത്തിൽ സുഖമില്ല. ആയുസ് വേണം, ആരോഗ്യം വേണം, ഭാഗ്യം വേണം, സ്നേഹം വേണം. എല്ലാ പണവും സൗകര്യങ്ങളും വീട്ടിലുണ്ട്. സ്നേഹിക്കാൻ ആരുമില്ല എങ്കിൽ എന്തിനു കൊള്ളാം ആ ജീവിതം? ശരിയല്ലേ? സ്നേഹിക്കാൻ ആരെങ്കിലും വേണം. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം കൊണ്ട് പൂർത്തിയാവുന്നില്ല. പണം കൊണ്ട് മനുഷ്യൻ ജീവിതത്തിൽ തൃപ്തിയടയും എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് ഉയർന്നതുകൊണ്ടാണ് പാശ്ചാത്യരുടെ ജീവിതം നോക്കൂ. നിങ്ങൾ അമേരിക്കയിൽ പട്ടികളില്ലാത്ത വീടുണ്ടാവില്ല. കാരണം മനുഷ്യനും അവരെ സ്നേഹിക്കുന്നില്ല. പിന്നെ പട്ടിയുടെ കൂടെ ജീവിതം, കിടപ്പും പട്ടിയുടെ കൂടെ, നടപ്പും പട്ടിയുടെ കൂടെ, എല്ലാം പട്ടികളാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ അലഞ്ഞു തിരിയുന്ന പാശ്ചാത്യരെയൊക്കെ ആശ്രമങ്ങളിലൊക്കെ. എന്തുകൊണ്ട്? കാരണം പണത്തിന്റെ അപ്പുറം എത്തിക്കഴിഞ്ഞു. അവർക്ക് മനസ്സിലായി ഇനി അതുകൊണ്ടൊന്നും നേടാനില്ല എന്നുള്ളത്. ശരീരത്തിന് കുറെ രോഗങ്ങളും കുറെ പ്രശ്നങ്ങളും മാനസികമായ ഒരുപാട് വിഷമങ്ങളും ഇതൊക്കെ വരുമ്പോൾ അവരപ്പോഴാണ് മനസ്സിലാക്കുന്നത് സുഖമനുഭവിക്കാൻ പണമല്ല വലുത്, സുഖമനുഭവിക്കാൻ വേണ്ടത് നല്ല സ്നേഹം നിറഞ്ഞൊരു മനസ്സാണെന്നുള്ളത്. മനസ്സിന്റെ താളം തെറ്റിയാൽ പിന്നെ പണം ഉണ്ടായിട്ടും പ്രതാപം ഉണ്ടായിട്ടും ഒന്നും കാര്യമില്ല. മനസ്സിലാവുണ്ടല്ലോ?